എന്താണ് നമ്മൾ റമദാൻ പഠിപ്പിച്ചതെന്നറിയോ? വിശ്വാസികളെ, ആഗ്രഹമുണ്ടാകാം, പ്രാർത്ഥന ഉണ്ടാകാം, പക്ഷേ സ്വർഗത്തിന് വേണ്ടി നമ്മൾ കൊതിക്കണമെങ്കിൽ, അത് കിട്ടുന്ന ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി മാറണം. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം പരലോകത്തിന് കൊടുക്കണം. നമ്മൾ കൊടുത്തു. റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം പരലോകമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞത്, അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയോട് അടുക്കാൻ കഴിഞ്ഞത്, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനോട് അടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നമ്മൾക്ക് അടുക്കാൻ കഴിഞ്ഞത്. അള്ളാഹു നൽകുമാറാകട്ടെ. ഒരൊറ്റ കാര്യമേ നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുള്ളൂ, പ്രയോറിറ്റി മാറി. നമ്മുടെ ജീവിതത്തിന്റെ മെയിൻ അജണ്ട പരലോകമായി. അതിനനുസരിച്ച് ദുനിയാവിലെ എല്ലാം ക്രമീകരിക്കാൻ തുടങ്ങി. നമ്മുടെ ദുനിയാവിലെ ബാക്കിയെല്ലാം, ഉറക്കം ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജോലി, കുടുംബം, ഭക്ഷണം, ആഗ്രഹങ്ങൾ, യാത്രകൾ, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? ദീനിനനുസരിച്ച് ദുനിയാവ് ക്രമീകരിച്ചു, ജമാഅത്തിനനുസരിച്ച് ജോലി ക്രമീകരിച്ചു, പള്ളിയുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ഉറക്കം ക്രമീകരിച്ചു, ആരാധനയും ഖുർആൻ പാരായണവുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ബാക്കി യാത്രകളെല്ലാം ക്രമീകരിച്ചു. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ, സന്തോഷത്തോടുകൂടി ഉറക്കെ എഴുന്നേറ്റ് നമ്മൾക്ക് പറയാൻ കഴിയും, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മൾക്ക് റയ്യാൻ കവാടം നൽകാൻ കഴിയാൻ മാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് അഭിമാനത്തിൽ പറയാൻ കഴിയും. എപ്പോഴാണ് കഴിഞ്ഞത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും ജീവിതത്തിന്റെ കാഴ്ചപ്പാടും ഈ ഒരു 10-27 ദിവസം കൊണ്ട് നമ്മൾ മാറ്റിയെടുത്തപ്പോൾ മാത്രം, അപ്പോൾ മാത്രമാണ്. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുകയാണ്. ഒരേ ഒരു വസിയത്ത് മാത്രമാണുള്ളത്. സാഹചര്യങ്ങൾ മാറും, അന്തരീക്ഷം മാറും, എല്ലാം മാറും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ റമദാൻ നമ്മൾക്ക് നൽകിയ സന്ദേശമുണ്ടല്ലോ, സ്വർഗമുണ്ടാകണമെങ്കിൽ പരലോകത്തിന് ഒന്നാം സ്ഥാനത്തായി കാണണം എന്ന ജീവിത കാഴ്ചപ്പാട്, അതൊരിക്കലും ഇനി മാറരുത്. മാറിയാൽ റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നന്മ അതേപോലെ തിരിച്ച് നരകത്തിന്റെ വഴിയിലേക്ക് തന്നെ ശൈത്താൻ നമ്മളെ എത്തിക്കും. ഉറപ്പാണ്. ശൈത്താൻ നമ്മളെ പിടിച്ചു പഴയതുപോലെയാക്കും. ഈ കാഴ്ചപ്പാടിൽ നമ്മൾ ഉറച്ചു നിന്നിട്ടില്ല എങ്കിൽ. പണ്ഡിതന്മാരായ ചിലർ അവർ പറയുന്ന വാചകമുണ്ട്. ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി, തൂബ, ആശംസകൾ ആർക്ക്? ലിമൻ കാനത്ത് ഹയാത്തുഹു കുല്ലുഹാ റമദാൻ. ഒരാൾ തന്റെ റമദാനിന് ശേഷമുള്ള ബാക്കിയുള്ള ജീവിതവും റമദാനിനെ പോലെ കാഴ്ചപ്പാടുള്ളതാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ ആശംസകൾ ഉണ്ടാകട്ടെ. എന്താണ് ആ കാഴ്ചപ്പാടറിയോ? ഇനി ഞാൻ സ്വർഗവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് എന്റെ പ്രയോറിറ്റി, എന്റെ മുൻഗണന, എന്റെ ഒന്നാമത്തെ സ്ഥാനം. ബാക്കി ഞാൻ ദീനുമായി ബന്ധപ്പെട്ട് ദുനിയാവിനെ ക്രമീകരിക്കും, സ്വർഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ദുനിയാവിനെ ക്രമീകരിക്കും, അള്ളാഹുവിന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഇഷ്ടത്തെ ക്രമീകരിക്കും എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അയാൾക്ക് റമദാൻ അയാൾക്ക് വേണ്ടി ശുപാർശ പറയും. ഇല്ല എങ്കിൽ 30 ദിവസങ്ങൾക്ക് ശേഷം പഴയ ഹറാമിലേക്ക്, പഴയ കുഫറിലേക്ക്, പഴയ വലാലത്തിലേക്ക്, പഴയ നരകത്തിന്റെ വഴിയിലേക്ക്, പഴയ അള്ളാഹുവിന്റെ ശാപകോപങ്ങളുടെ വഴിയിലേക്ക് ശൈത്വാൻ നമ്മളെ കൊണ്ടുപോകും എന്നത് തീർച്ചയാണ്. സഹോദരങ്ങളെ, റമദാൻ കിട്ടിയിട്ട്, ആരാധനകൾ ചെയ്തിട്ട്, അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിട്ട്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിച്ചിട്ട് പിന്നീട് വഴിതെറ്റിപ്പോയവരെ കുറിച്ചും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അവർ വഴിതെറ്റാൻ കാരണം എന്താണ്? അവർ അള്ളാഹുവിന് പുറമെ മറ്റൊരു ആരാധനുണ്ട് എന്ന് പറഞ്ഞതാണോ? ആണോ? സഹോദരങ്ങളെ, ഖുർആനിന് ശേഷം മറ്റൊരു വേദഗ്രന്ഥമുണ്ട് എന്ന് പറഞ്ഞതാണോ? അല്ല. പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാണോ? അല്ല. ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹൗലായി, അവർ ചെയ്തത് യുഹിബ്ബൂനൽ ആജില, അവർ വീണ്ടും റമദാനിന് ശേഷം ദുനിയാവിനെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു, ദുനിയാവിന്റെ ഇഷ്ടങ്ങളെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. വയദറൂന വറാഅഹും യൗമൽ സഖീല, പരലോകത്ത് അവർ ദുനിയാവിന്റെ പിന്നിലാക്കി മാറ്റി. റമദാനിന് ശേഷം
റമദാനിലോ? റമദാനിൽ സ്വർഗം ഒന്നാമത്തെ സ്ഥാനത്ത് വന്നു, ബാക്കിയെല്ലാം അതിന്റെ പിന്നിൽ വന്നു. പെരുന്നാളിന് ശേഷം അവർ വീണ്ടും ദുനിയാവിന് ഒന്നാം സ്ഥാനത്തെ കൊണ്ടുവന്നു. സ്വർഗത്തിനെയും പരലോകമോക്ഷത്തെയും അള്ളാഹുവിനെയും അവനവന്റെ ജീവിതത്തിലെ പ്രവാചകന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാമെന്ന ആഗ്രഹത്തെയും അവർ രണ്ടാം സ്ഥാനത്തെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാനിൽ പുലർച്ചയ്ക്ക് നമ്മൾ എഴുന്നേറ്റില്ലേ? ഇപ്പോഴെഴുന്നേക്കണില്ലേ? ഉണ്ട്. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പകൽ മുഴുവൻ നോമ്പ് നോറ്റ നമ്മൾക്ക് ഇശാഇന് ശേഷം ഉറങ്ങാനാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അല്ലാഹു പറഞ്ഞു 3/4 മണിക്കൂർ 50 മിനിറ്റ് നമ്മൾ എഴുന്നേറ്റ് തറാവീഹ് നിസ്കരിച്ചു. നമ്മുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ക്ഷീണമാണ്, രണ്ട് തറാവീഹാൻ. നമ്മൾ ഏത് തെരഞ്ഞെടുത്തു? റമദാനിൽ നമ്മൾ തറാവീഹ് തെരഞ്ഞെടുത്തു. ക്ഷീണം നമ്മൾ സഹിച്ചു, സ്വർഗം മതി എന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മൾക്ക് വേണ്ടി അല്ലാഹു ഇസ്തിഗ്ഫാറിന്റെ നമ്മുടെ പ്രാർത്ഥനകൾ പടച്ചോൻ സ്വീകരിക്കാൻ തയ്യാറായി കാത്തുനിന്നു. സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾക്ക് സാമ്പത്തികമായി ഉറപ്പാണ് ചിലവ് കൂടുതലാണ്. ആ ചിലവ് കൂടുന്നതിനിടയിൽ പള്ളിയിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് സ്വർഗത്തിന്റെ വടികളായി പലരും നമ്മളോട് പല കാര്യങ്ങളും സാമ്പത്തികമായി ആവശ്യപ്പെട്ടു. ശൈത്താൻ നമ്മളോട് പറഞ്ഞു, യഅദുകുമുൽ ഫഖർ, എടാ കൊടുത്താ കുറയും, കുടുങ്ങും. പക്ഷെ വല്ലാഹു യഅദുകുമുൽ മഗ്ഫിറ, പടച്ചോൻ നമ്മളോട് പറഞ്ഞു കൊടുത്താൽ കൂടും. നമ്മൾ ശൈത്താനെ മാറ്റി നിർത്തി സ്വർഗത്തിന് വേണ്ടി അല്ലാഹനെ സ്വീകരിച്ചു. റമദാനിൽ നമ്മുടെ സഹോദരിമാർ വീട്ടിലെ ജോലികൾ അവർ ജമാഅത്തിന് വേണ്ടി, തറാവീഹിന് വേണ്ടി ക്രമീകരിച്ചു. അതിനിടയിൽ പണി തീർന്നിട്ടില്ലെങ്കിൽ അവർ ജമാഅത്തിന് പള്ളിയിൽ വന്നു. എന്നിട്ട് ജമാഅത്തിന് ശേഷം ബാക്കി പണി പൂർത്തീകരിച്ചാൽ മതി എന്നവർ തീരുമാനിച്ചു. വീട്ടിലെ ജോലികൾ ആരാധനക്ക് വേണ്ടി ക്രമീകരിച്ചു. എന്നാൽ അതേ നമ്മൾ ഇനി റമദാനിന് ശേഷം തിരിച്ചു നടന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായി പടച്ചോൻ നമ്മളെ രേഖപ്പെടുത്തും. ഇത് വെറുതെ ഒരു കാര്യം പറയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അൽ കയ്യിസ്, ആരാണ് ബുദ്ധിമാൻ? മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അവനവന്റെ മനസ്സിനെ, അവനവന്റെ ഇച്ഛകളെ പടച്ചോന്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിച്ച് മരിച്ചതിനു ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി റമദാനിനെ പോലെ ജീവിക്കുന്നവനാണ് റമദാനിന് ശേഷം ബുദ്ധിമാൻ. ആരാണ് വിഡ്ഢി എന്നറിയോ സോങ്ങളെ? ആരാ പൊട്ടെന്നറിയോ? പ്രവാചകൻ പറഞ്ഞ ആരാണ് വിഡ്ഢി? പ്രവാചകന്റെ വാക്ക്, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി അവൻ മൻ അത്ബഅ നഫ്സഹു ഹവാഹ. റമദാനിന് ശേഷം എന്താ അറിയോ? പഴയ പോലെ ദുനിയാവിന് ഒന്നാം സ്ഥാനം കൊടുക്കും. വതമന്ന അലല്ലാഹ്, റമദാനിൽ ഞാൻ ചെയ്തിക്കണല്ലോ എന്ന വ്യാമോഹത്തിൽ ജീവിക്കും. ആ വിഡ്ഢികളാകരുത്. ഖുർആന്റെ ഒരു ആയത്തിന്റെ അത്ഭുതപ്പെടുന്ന ആയത്താണ്. എന്താണെന്നറിയോ? ബാക്കി ഏത് കാര്യങ്ങൾ പറഞ്ഞെടുത്തു അല്ലെന്ത് പറഞ്ഞറിയോ? വിശ്വാസികളെ, ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാപ്പാന്റെ കാര്യം ശ്രദ്ധിക്കണം, അയലോക്കക്കാരന്റെ കാര്യം ശ്രദ്ധിക്കണം, മുസ്ലിം സമുദായത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം, ജ്യേഷ്ഠനിയന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം, ഭൂമികളോട് കരുണ കാണിക്കണം. എന്നാൽ ഒരു വിഷയത്തിൽ ഖുർആന്റെ ആയത്ത് അറിയോ? വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മറക്കാതിരിക്കണം. നമ്മൾ അല്ലാഹു പറയാൻ ഉമ്മമാരോട് പറയും, ഉമ്മാരെ, മക്കളുടെയും ഭർത്താവിന്റെയും കാര്യത്തിനിടയിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മളോട് പറയാൻ, നമ്മുടെ ദുനിയാവിൽ ബാക്കിയുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ സ്വർഗം, നമ്മുടെ പരലോകം, നമ്മുടെ ഖബറിലെ വിചാരണ, നമ്മുടെ അർശിന്റെ തണൽ, നമ്മുടെ സിറാത്ത് പാലം നമ്മൾ മറന്നു പോകുന്ന വിഡ്ഢിയാകരുത്. റമദാനിന് ശേഷം നമ്മൾ ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകരുത്. ഞാൻ 1-2 ഉദാഹരണം പറയാം. റമദാനിന് ശേഷം ആകാതിരിക്കാനാണ്. നമ്മുടെ ജോലി ആലോചിച്ച് നോക്കുക. ഞാൻ എന്താണ് വിഡ്ഢിത്തം എന്ന് പറഞ്ഞു കേട്ടോ. ഞാനൊക്കെ പറയാം, എന്താണ് വിഡ്ഢിത്തം? ദുനിയാവിൽ ഒരാളും നമ്മൾക്ക് പറഞ്ഞു തരാത്ത വിഡ്ഢിത്തം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വിഡ്ഢികളായി ജീവിക്കരുത്. എന്താ വിഡ്ഢിത്തം എന്ന് പറയാം? ഞാനും നമ്മൾ ചെയ്യേണ്ട ജോലി ആലോചിക്കുക. ജോലി, ഷോപ്പ്, ബിസിനസ്, ഡ്രൈവിംഗ്, എന്തായിക്കോട്ടെ. അതിനിടയിൽ റമദാനിന് ശേഷം ഇനി ബാങ്ക് കേൾക്കൂട്ടോ. നമ്മൾക്ക് ജമാഅത്തിന് പറ്റുന്ന രൂപത്തിൽ വരാം. തൊട്ടടുത്തുള്ള ഏത് തൗഹീദി പള്ളിയിൽ കയറാം, നമുക്ക് നിസ്കരിക്കാം. പക്ഷെ നമ്മൾ റമദാനിന് ശേഷം ജമാഅത്തിന് എത്തൂല. എത്താതിരിക്കുന്നത് എന്തുകൊണ്ടറിയോ? അപ്പോൾ 1-2 കസ്റ്റമർ ഉണ്ടായി, അവരുടെ ലാഭം കൂടി കിട്ടണം. ശരി, നമ്മൾ ജമാഅത്തിന് എത്തിയില്ല. നമ്മൾക്ക് ലാഭം അധികം കിട്ടിയെന്ന് വെക്കുക, വാദത്തിന് വേണ്ടി വെക്കുക. ആ ലാഭം ആർക്കാണ് ലാഭം? എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കുമാണ്. ഞാൻ ജമാഅത്തിന് വരാതിരുന്നാൽ
ആ സമ്പത്ത് കൊണ്ട് ലാഭം. എന്നാൽ ജമാഅത്തിന് ഞാൻ വരാത്തതിന്റെ ശിക്ഷ ആർക്ക് മാത്രമാണ്? എനിക്കു മാത്രമാണ്. ഞാൻ ജമാഅത്തിന് പോകാത്തതിന് എന്റെ ഭാര്യയ്ക്ക് കുറ്റല്ല, എന്റെ കുട്ടിക്കുറ്റല്ല. ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ മാത്രം. ഞാൻ ആ പോകാത്തതിന്റെ സുഖം അനുഭവിക്കുന്നത് എന്റെ കുടുംബം മുഴുവനും, എന്റെ കുടുംബം മുഴുവനും. സഹോദരങ്ങളെ, ഇന്നും അറിയാം, രാത്രി 11 മണി വരെ ഷോപ്പ് പൂട്ടാതെ, സുബഹിക്കെത്താതെ, ജമാഅത്തുകൾക്കെത്താതെ. നോക്കൂ നിങ്ങൾ, എന്താണ് പള്ളിയിലേക്ക് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ദയനീയമായ മറുപടിയാണ്. 11 മണി വരെ ഷോപ്പ് ഉണ്ടല്ലോ മൗലവി, പിന്നെ എങ്ങനെയാണ് അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഉറങ്ങുമ്പോഴേക്കും സുബഹിക്ക് എഴുന്നേക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് ഖുർആൻ ഒന്ന് വായിക്കണം. അലൈക്കും അൻഫുസക്കും 11 മണി വരെയുള്ളത് 9:30 അവസാനിപ്പിച്ചാൽ സുബഹിക്ക് വരാൻ പറ്റും. ആ സമ്പത്ത് കൊണ്ട് ജീവിച്ചാൽ ബർക്കത്തും കിട്ടും. പക്ഷേ 11 മണി വരെ ഞാൻ നിൽക്കുമ്പോൾ അതിന്റെ ആനുകൂല്യം എനിക്ക് കിട്ടുന്ന ലാഭം കൊണ്ട് എന്റെ കുടുംബം സന്തോഷിക്കും. പക്ഷേ സുബഹിക്കും ജമാഅത്തിനും പങ്കെടുക്കാത്തതിന്റെ കുറ്റം ഭാര്യയ്ക്കില്ല, കുട്ടിക്കില്ല. പിന്നെയോ അവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്ന ഞാൻ മാത്രം സഹിക്കേണ്ടി വരും. ഇതിനേക്കാളും വലിയ വിഡ്ഢി ആരാണ് ലോകത്ത്? ആരാ ലോകത്ത്? നമ്മളിപ്പോ സക്കാത്ത് കൊടുത്ത്, സ്വതക്ക കൊടുത്ത് ശുദ്ധീകരിച്ച പൈസ അല്ലേ? ഇനി അതിലേക്ക് റമദാന് ശേഷം ദയവ് ചെയ്ത് പടച്ചോൻ നിഷിദ്ധമാക്കിയ പൈസ കയറ്റരുത്. സോളെ കയറ്റും. എത്ര മനുഷ്യർന്നറിയോ? സങ്കടത്തിൽ പറയാൻ, ആക്ഷേപിക്കല്ല, സങ്കടത്തിൽ പറയാൻ, മൗലവി എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ലോൺ എടുക്കണത്, പിന്നെ കുട്ടിയാളെ പഠനം, കുട്ടിയാളെ കല്യാണം, അവർക്ക് വേണ്ടി ജീവിക്കാൻ വീട്. സഹോദരങ്ങളെ, നമ്മൾ ലോൺ എടുത്ത് പടച്ചോൻ ഇഷ്ടല്ലാത്തൊരു കാര്യം ചെയ്താൽ ആ വീട്ടിൽ സുഖിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇന്റെ ഭാര്യക്കും മക്കൾക്കും. സുഖാർക്കാണ്? ഓർക്ക്. വാങ്ങിന്റെ കുറ്റം ആർക്കാണ്? എനിക്കു മാത്രം. ഇതിനേക്കാളും വലിയ വിഡ്ഢി ആരാ കുട്ടനെ ലോകത്തുള്ളത്? ഇതിനേക്കാളും വലിയ വിഡ്ഢി ആരാണ് ഈ ലോകത്തുള്ളത്? സുഖം ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് അവനാൻ നരകത്ത് പോകാൻ. ഇതെന്താണ് സിനിമ? ഇതെന്താ സിനിമയിലെ നായകനോ? നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ബോധം ഉണ്ടാകണ്ടേ? ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പടച്ചവൻ, നമ്മൾ റമദാനിൽ സഹോദരങ്ങളെ കുടുംബം ഉണ്ടായില്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? ജമാഅത്തിന് പോകും, ക്ലാസുകൾക്ക് പോകും, ഖുർആനോതും. അതിനൊപ്പിച്ച് ഞാൻ എന്റെ കുടുംബത്തെ ക്രമീകരിക്കും. ഞാൻ റമദാനിൽ സ്വതക്ക് കൊടുക്കുമ്പം അഥവാ ഭാര്യ പറയാൻ കൊടുക്കണ്ട, ഈ പോയിക്കവിടുന്ന്, അനക്ക് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട, ഞാൻ കൊടുക്കും. എന്തേ കാര്യം? എനിക്കല്ലാഹ് ഒരുക്കി വെച്ച സ്വർഗത്തിൽ ഞാൻ പോട്ടെ, ഈ പിശുക്കത്തിയാണ് ഈ കൊടുക്കണ്ട. ഉമ്മമാരെ, സഹോദരിമാരെ, റമദാൻ കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളിയാഴ്ചയും ജമാഅത്തിനും നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ വരണം. അവിടെ ഞാനിതാ വീട്ടിലത്തെ പണി തീർന്നുള്ള, ശരി, വീട്ടിലത്തെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തീർക്കുന്നു, അൽഹംദുലില്ലാഹ്. ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അത് അലോസരപ്പെടുത്തണം എന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ വീട്ടിലെല്ലാം ചെയ്യുന്നു. അതിന്റെ തിരക്കിനിടയിൽ നിങ്ങൾക്കുള്ള ജമാഅത്തും നിങ്ങൾക്കുള്ള ജുമഅയും ഒരാഴ്ചയിൽ നിങ്ങൾക്കുള്ള പാപമോചനവും നിങ്ങൾ വൈകിക്കുകയാണെങ്കിൽ സുഖം മറ്റുള്ളവർക്കും, നഷ്ടം നിങ്ങൾക്കുമായിരിക്കും. ഇത് റമദാന് ശേഷം ബോധ്യം ഉണ്ടാകണം. ഈ ബോധ്യത്തിനെ ഒരാൾ ദീനിയായി തുടരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കളെ കൂടെ നടക്കാൻ ഹദീസിൽ പറഞ്ഞ വാക്കെന്തറിയോ? മർറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബരി ദുഫിന ഹദീസൻ. പുതുതായി മറമാടപ്പെട്ട ഒരു ഖബറിന്റെ മുന്നിലൂടെ നബിയും സഹാബാക്കളും നടന്നു. മണ്ണ് പുതുതായിട്ട് മുകളിലേക്ക് ഇട്ടതിന്റെ അടയാളം ഇങ്ങനെ കണ്ടു. അപ്പൊ പ്രവാചകൻ പറയാൻ, സഹാബാക്കൾ പറയാൻ, റക്അത്താനി ഖഫീഫത്താനി തഹഖിറൂന വതൻഫിലൂന. വിശ്വാസികളെ, നമ്മൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, 2 റക്അത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്ന സുന്നത്താന്ന് പറഞ്ഞ നിസ്കാരം, അത് യസീദഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും. ഖബർ കിടക്കുന്ന മനുഷ്യൻ ഇപ്പൊ ആഗ്രഹിക്കുണ്ടാകും, ഈ ദുനിയാവിലെ മൊത്തം വസ്തുക്കളെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് 2 റക്അത്ത് ദുനിയാവിന്ന് അധികം നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് സുന്നത്ത് നിസ്കാരത്തെ പറ്റി ആഗ്രഹിക്കുന്നുണ്ടാകും. പടച്ചോനെ, ഞാൻ എന്റെ അമലുകളിൽ അല്ലാഹു തൂക്കുന്ന പടച്ച തമ്പുരാന്റെ മക്കൾ എന്റെ നന്മയുടെ ത്രാസിൽ അമലുകൾ കുറഞ്ഞു പോയ സമയത്ത് പടച്ചോനെ
ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കൊതിക്കുന്നുണ്ടാകും എന്ന് പ്രവാചകൻ മറമാടപ്പെട്ട ഖബറിന്റെ മുന്നിലൂടെ പോകുമ്പോ സഹാബാക്കളോട് പറയാൻ, എന്തിനാ പറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ലോകത്ത് ഇനി വിഡ്ഢികളാകരുത്. റമദാൻ നമ്മളെ പഠിപ്പിച്ചു എന്തെന്നറിയോ, ദീനിയായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗം കിട്ടും. ഇനി തിരിച്ചിട്ടുണ്ടല്ലോ, തിരിച്ച് പഴയ ഹറാമുക്ക്, പഴയ ജീവിതത്തിക്ക്, പഴയ തോന്നിയാസത്തിക്ക്, കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, ദേഹേച്ഛയ്ക്ക് വേണ്ടി, ശൈത്വാന് വേണ്ടി നമ്മൾ പോയാൽ നമ്മൾ മാത്രമാണ് നരകത്തിൽ ഉണ്ടാകുക. ഒരു കുട്ടി നമ്മളൊപ്പം വരൂല, ഒരു കുട്ടിയും വരൂല. എനിക്കൊന്നും അറിയാലോ, ഇത് മനസ്സിലാക്കി ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ടറിയോ. അറിയുന്നൊരു ഡോക്ടറുണ്ട്, അറിയുന്ന ഡോക്ടറാണ്, നല്ല പ്രഗത്ഭനായ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, 12:30 മുതൽ 1:15 വരെ ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പുറത്തു പോകും, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകണം. ആദ്യം എഴുതിയേക്കും. അദ്ദേഹം ബാങ്കൊടുത്ത്, പള്ളിക്കെന്ന് ബാങ്കൊടുത്താൽ അദ്ദേഹം ക്ലിനിക്കിൽ നിന്ന് വുളുവെടുത്തിട്ട് ഇങ്ങനെ നടക്കും. ആൾക്കാരുടെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുമ്പം നിങ്ങളിങ്ങനെ പോണേ ശരിയല്ലല്ലോ. ഡോക്ടർ അദ്ദേഹത്തോട് അവരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അതെല്ലാ ദിവസം ആഴ്ചയിൽ 6 ദിവസം എന്റെ മുന്നിലുണ്ട്. ഈ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എന്റെ ജമാഅത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് രോഗം മാറുമായിരിക്കും, പക്ഷെ എനിക്ക് പരലോകത്ത് പറയാൻ ഒന്നുമില്ല. ഇതാണ് കാഴ്ചപ്പാട്. ഇതാണ് കാഴ്ചപ്പാട്. വിശ്വാസിയായ മനുഷ്യൻ, എനിക്കറിയുന്ന നല്ല ധനാഢ്യനായ മനുഷ്യണ്ട്, അദ്ദേഹത്തിന് ജോലിക്കാർക്കിടയിൽ സക്കാത്ത് കണക്ക് കൂട്ടാൻ അദ്ദേഹം ശമ്പളത്തിന് ആളെ നിർത്തിക്കണ്. സക്കാത്ത് ഓരോ ദിവസവും എഴുതി വെക്കാനും അത് ക്ലിപ്പപ്പെടുത്താനും അതൊരു അക്കൗണ്ടിലേക്ക് മാറ്റാനും ഒരാളെ ശമ്പളത്തിന് എന്തെന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, വാക്കാൻ എന്റെ ദുനിയാവിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ ആളെ നിർത്തിക്കണല്ലോ, അവസാനത്ത് കൂട്ടി വരുമ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ നരകത്ത് പോവും. അതുകൊണ്ട് ഞാൻ ശമ്പളം വെച്ച് സക്കാത്ത് നോക്കാൻ ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. കാരണം അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതിൽ ഞാൻ വെക്കുന്ന ഓരോ ശമ്പളവും, കൊടുക്കുന്ന ശമ്പളവും എനിക്ക് ലാഭാണ്. ഇതാണ് കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ. ഇതാണ് കാഴ്ചപ്പാട്. അനന്തര സ്വത്തായി കിട്ടിയേ, അനന്തര സ്വത്തായി അദ്ദേഹത്തിന് 25 ലക്ഷം ഉറുപ്പിക കിട്ടി. എന്റെ ഒരു സുഹൃത്താണ്, 25 ലക്ഷം ഉറുപ്പിക കിട്ടി. അദ്ദേഹം നേരെ ഗവൺമെന്റിൽ പോയിട്ട് ഹജ്ജിന് കൊടുത്തു. ആ തവണ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹജ്ജിന് കിട്ടി. അതിൽ 5 ലക്ഷം പിന്നെ കുറച്ചെടുത്ത പൈസ ഉണ്ടേനി, എല്ലാം കൂടി കൂട്ടിയിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന് ബാക്കി 20 ലക്ഷത്തിന് അദ്ദേഹം വീടുണ്ടാക്കി. അദ്ദേഹത്തിന്റെ വീട് കൂടലിന് ഞാൻ പോയ സമയത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, റാഹത്താണ് മൗലവി. കാരണം ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തു, അനന്തര സ്വത്ത് കിട്ടിയാൽ ആദ്യം ഹജ്ജ്. കാരണം വീട് നിർമ്മാണം തുടങ്ങിയാൽ പിന്നെ ഹജ്ജ് ഉണ്ടാവില്ല, ഉംറ ഉണ്ടാവില്ല. ഇതാണ് കാഴ്ചപ്പാട് സഹോദരങ്ങളെ. ഈ കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരണം. ഒരു കാര്യം ബോധപൂർവം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാൻ, നമ്മൾ ദുനിയാവിൽ അവനവന്റെ കാര്യം മറന്ന് ബാക്കി ആർക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചാലും അത് വിഡ്ഢിത്താണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ദുനിയാവിലെ ഓരോ സംഭവങ്ങളും നമ്മൾക്കത് പഠിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കാൻ. നമ്മൾ കരുതാ കൂട്ടരെ, ഇനി റമദാന് ശേഷം വീണ്ടും ബാക്കിയുള്ളവർക്ക് വേണ്ടി, ഉമ്മമാരെ, മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ തോന്നിയാസത്തിലേക്ക് പോയാൽ, പടച്ചോനിട്ടല്ലാത്ത കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അബദ്ധാണ്. ഖുർആൻ വിശ്വാസികളായ നമ്മളോട് പറഞ്ഞു തരാൻ, നിങ്ങൾ അങ്ങനെ കരുതണ്ടോ. ഞാൻ 1-2 ഉദാഹരണം പറയട്ടെ മനസ്സിലാകാൻ വേണ്ടി. 13 കൊല്ലം ഗൾഫിൽ നിന്നു. 13 കൊല്ലം ഗൾഫിൽ നിന്നൊരു സഹോദരൻ 13 കൊല്ലം ഇവിടുന്ന് പോയ കടം വീട്ടി. യുവാക്കളെ അറിയാൻ വേണ്ടിയിട്ടാണ്. കാൽപ്പനികതയല്ല യാഥാർത്ഥ്യം എന്ന് പറയാനാണ്. റമദാന് ശേഷം ബോധ്യം ഉണ്ടാകണം. 13 കൊല്ലം ഗൾഫിൽ നിന്ന് ഇവിടുന്ന് പോയ കടം, വാപ്പുണ്ടാക്കിയ കടം, ഉമ്മണ്ടാക്കിയ കടം ഓരോന്ന് തീർത്തിട്ട് അദ്ദേഹം അവസാനം നാട്ടിലേക്ക് വീട് കയറ്റാൻ പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. കടം വീട്ടാനുള്ള ധൃതി കൊണ്ട് 4 കൊല്ലം കൂടുമ്പോഴാണ് നാട്ടിലേക്ക് വരിക. 2 കൊല്ലത്തിന് 4 കൊല്ലത്തിന്. അവസാനം വീടിന്റെ പണി ഏകദേശം പൂർത്തിയായി. വൈറ്റ് വാഷക്കായി അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അദ്ദേഹം അവിടെ നിന്ന് വരാണ് ഡേറ്റ് പ്രഖ്യാപിച്ചാണ്ട് അതിനനുസരിച്ച് ഇവിടെ വീട് കൂടൽ തീരുമാനിച്ചു. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. കുടുംബം എയർപോർട്ടിൽ കാത്തുന്നു. ഭാര്യയും മക്കളാണ് കാത്തുക്കുന്നത്. കൂടെ ചേട്ടൻ ആരോണ്ട്. എയർപോർട്ടിലെത്തി, വിമാനത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്കെത്തി.
ഇദ്ദേഹത്തിന് മാത്രം കാണില്ല. ഉള്ളിൽ പോയി അന്വേഷിച്ചു. നെഞ്ചുവേദന എടുത്തിട്ട് ഒരാൾ ആശുപത്രി കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു. നേരെ കുടുംബം അങ്ങോട്ട് പോയി. ഭർത്താവ് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചു. ഭാര്യയും മൂത്ത കുട്ടിയും ഇങ്ങോട്ട് പോന്നു. ബാക്കിയുള്ളവരവിടെ നിന്നു. മരണപ്പെട്ടവരെ നാട്ടിൽ അറിയിച്ചു. ഇവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് വീട്ടിക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ബന്ധുക്കൾ അങ്ങോട്ട് വിളിച്ചു. ഭാര്യ ഫോൺ എടുത്തു. ഒറ്റ വാചക പറഞ്ഞ്, ബുദ്ധിയുള്ളവൻ, എന്തുകൊണ്ടാണ് മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ബാക്കിയുള്ളവർക്ക് വേണ്ടി നടനെ പോലെ ജീവിച്ചിട്ട് അവനാ നരകം വാങ്ങിയാൽ 2 ലോകത്ത് സംഭവിക്കാന്ന് പറഞ്ഞു നിൽക്കണ്. എന്താ ഭാര്യ പറഞ്ഞറിയോ? ഇക്കാക്കാനെ തറവാട്ട് കൊണ്ടുവന്നോളി, പുതിയ പെരീക്ക് കൊണ്ടുവരണ്ട, പുതിയ വീട്ടിക്ക് മയ്യത്ത് കയറ്റണ്ട, അത് കുറച്ചിലാകും, അതുകൊണ്ട് തറവാട്ട് കൊണ്ടുവന്നാൽ മതി, പുതിയ വീട്ടിൽ കയറ്റണ്ട. ആ പുതിയ വീടിന്ന് പറയാൻ നാവിന്റെ അറ്റത്ത് പൊന്തിയ വാചകണ്ടല്ലോ, അദ്ദേഹത്തിന്റെ 13 കൊല്ലത്തെ അധ്വാനാണ്. കയറ്റൂല. വെറുതെ തോന്നുന്ന കൂട്ടരെ, വെറുതെ തോന്നുന്ന. ഞാൻ മരിച്ചാൽ ഇടവണ്ണിയിൽ ഒന്നും സംഭവിക്കൂല. ഖത്തീബിന് പകരം പുതിയ ഖത്തീബ് വരും, അധ്യാപക പകരം പുതിയ പോസ്റ്റ് വരും. എന്റെ ഭാര്യയും എന്റെ കുടുംബവും 4-5 മാസം കഴിഞ്ഞ അടുത്ത ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കും. അതാണ് ദുനിയാവ്. അതുകൊണ്ട് സ്നേഹിക്കുക, ആദരിക്കുക. പക്ഷേ ആർക്ക് വേണ്ടി നരകം വാങ്ങാൻ നിൽക്കേണ്ട റമദാന് ശേഷം? ആർക്ക് വേണ്ടിയിട്ടും? ഞാൻ ഇന്നും ആലോചിക്കാൻ, ബാപ്പിമ്മയും ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും, മകൻ ഗൾഫിൽ പോയി, മകൾ, 3ാമത്തെ ഒരു കുട്ടി ശാരീരികമായ കരുത്തുണ്ടായിട്ട് ഒരു വേണ്ടാന്ന് തീരുമാനിച്ചെന്ന് അറിയോ? ഈ മകളെ നന്നായി പഠിപ്പിച്ച് ഏറ്റവും ഉന്നതിക്ക് എത്തിച്ചിട്ട് നല്ലൊരു കല്യാണം കൂടി കണ്ട് അവിടെ പേരക്കുട്ടികളൊപ്പം ജീവിച്ച് മരിക്കണം. ഇതാണ് ബാപ്പാന്റിമാരുടെ ലക്ഷ്യം. ബാപ്പാന്റിമാരുടെ ലക്ഷ്യമാണ്. നന്നായി പഠിപ്പിച്ചു, നല്ല മാർക്കോടുകൂടി വിജയിപ്പിച്ചു. ബാപ്പാക്കും മാക്കും ആകെ രക്ഷയുള്ളൂ. മകൻ ഗൾഫിലാട്ടോ. മകളെ നന്നായി പഠിപ്പിക്കുക, ഓൾക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, എല്ലാം ചെയ്തു. 21ാമത്തെ വയസ്സിൽ നാട്ടിലൊരു പിന്തിരിപ്പനും ഏറ്റവും മോശപ്പെട്ട സ്വഭാവമായ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു താന്തോന്നിയുടെ കൂടെ അവൾ പോയി. രാത്രി മുഴുവൻ ആ കുടുംബം അലഞ്ഞു, കിട്ടിയില്ല. പിറ്റേ ദിവസം 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ SI വിളിച്ചു. അവര് വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ നിന്നും കാണാൻ, ആ വാപ്പ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നറിയോ? എന്റെ കുട്ടി ഒരു ദിവസം എന്നെ കാണാതെന്നല്ലേ, നാളെ എന്നെ കാണുമ്പോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും. വാപ്പ 2 കൈകളും വിടർത്തിയിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ വരുമ്പം, അവന്റെ കൂടെ ഇങ്ങനെ വരുമ്പോ 2 കൈകൾ ഇങ്ങനെ വിടർത്തിയിട്ട് മോളെ വാന്ന് പറഞ്ഞു. ബാപ്പാന്റെ 2 കൈയും ഇങ്ങനെ തട്ടിയാണ് മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് SIയോട് പറഞ്ഞ വാചകം തടസ്സങ്ങളെ, എന്റെ വാപ്പാനേക്കാളും മുന്തിയ ആളാണ് ഇയാള് തോന്നിയാസാന്ന് ബാപ്പിമ്മയും പറഞ്ഞുണ്ടാക്കാണ്. നിങ്ങൾ ആർക്കും വേണ്ടിയിട്ടാ ഈ പലിശാങ്ങണ്? ആർക്കും വേണ്ടിയിട്ടാ വാപ്പാരി ജീവിക്കണ്? എന്തെന്നിട്ടാ ഹറാം ചെയ്യണ്? നമ്മളെന്നാ വേറെ ലോകത്താ ജീവിക്കണ്? ഇതെന്തിനാ പറയണത്? കുടുംബം വേണ്ട, കുട്ടികളെ അല്ല സഹോദരങ്ങളെ, ആർക്കും വേണ്ടി നരകം വാങ്ങരുത്. പൊട്ടത്തരാണ്. ഒരു മനുഷ്യൻ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കള്ള് വാങ്ങി തന്ന ചങ്ങായി ഞാനാണല്ലോ തുടങ്ങിയത്, എന്നാലും ഓന്റെ ഒപ്പം ഞാൻ പോട്ടാൻ തീരുമാനിക്ക കൂട്ടരെ ഇല്ലല്ലോ. എടാ ഒന്നും കുഴപ്പമില്ല, റമദാനത്തെ മാതിരി ബാക്കിയുള്ള മാസം ജീവിക്കാൻ പറ്റൂടാ, അതൊക്കെ ഓല് പറയണ എന്ന് പറഞ്ഞ് നമ്മളെ മൂട്ടിയോലുണ്ടല്ലോ, ഓലുണ്ടാവും, ഒപ്പം ഉണ്ടാവില്ല. ഇസ്ലാമിയത്തിൽ ഒരു സംഭവം കൂടി പറയാം, അത് മനസ്സിലേക്ക് ഇറങ്ങാനാ ഞാൻ പറഞ്ഞത്. റമദാന് ശേഷം നമ്മുടെ നിസ്കാരം മുടങ്ങരുത്, പള്ളിയായിട്ടുള്ള ബന്ധം മുടങ്ങരുത്, ദീന് മുടങ്ങരുത്, ഖുർആൻ പാരായണം മുടങ്ങരുത്. ദീനിയായിട്ട് ജീവിക്കാൻ പരലോകത്തിനനുസരിച്ച് ബാക്കിയൊക്കെ ക്രമീകരിക്കുക. ആർക്ക് വേണ്ടിയും നരകത്ത് പോകരുത്. ഒരാളുണ്ടാവില്ല. ഒറ്റക്കൊറ്റക്ക് പരലോകത്ത് വരും, ഒറ്റക്കൊറ്റക്ക് ഖബറിലേക്ക് വരും, ഒറ്റക്കൊറ്റക്ക് മലക്കുൽ മൗത്ത് പിടിക്കും, ഒറ്റക്കൊറ്റക്ക് വിചാരണക്കും വരും. നമ്മൾക്ക് പറയാനുള്ള നമ്മക്ക് ബോധിപ്പിക്കേണ്ടി വരും. അള്ളാഹ് ചോദിക്കും, ആയത്തും ഹദീസും കിട്ടാത്തോണ്ടാണോ? അല്ല, കുടുംബം പ്രേരിപ്പിച്ചതുകൊണ്ടാണ്, ചങ്ങായിമാര് നിർബന്ധിച്ചതുകൊണ്ടാണ്, സാഹചര്യങ്ങളായതുകൊണ്ടാണ്. അള്ളാഹ് പറയും, അനക്ക് ബുദ്ധി എന്നിട്ടില്ലായിരുന്നോ? ഈ ആയത്ത് കേട്ടില്ലായിരുന്നോ? അവലം നുഅമ്മിറുക്കും വനുനക്കിസുഹും ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ആലോചിക്കാൻ മാത്രം, ചിന്തിക്കാൻ മാത്രം ബുദ്ധിയും സവിശേഷം തന്നില്ലായിരുന്നോ? ഇസ്ലാമിക ചരിത്രത്തിലെ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അവസാനിപ്പിക്കാം. ഹൃദയത്തിൽ ഉണ്ടാകട്ടോ.
ഇതാണ് നമ്മുടെ ജീവിതം എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. വെറുതെ നട്ടപ്പാതിര വരെ ബാക്കിയുള്ളവർക്ക് അധ്വാനിച്ച് അവനാണ് നിസ്കരിക്കാനും ജമാഅത്തിനും ഖുർആൻ ഓതാൻ നേരല്ല, ക്ലാസ്സിൽ വരാൻ നേരല്ല, പള്ളിയിട്ട് വരാൻ നേരല്ല, ഇസ്ലാമികമായിട്ട് ഒരു സംഗതിക്കും നേരല്ല, പ്രബോധനത്തിന് നേരല്ല, ഒന്നിനും നേരല്ല. പിന്നെയോ ബിസിയോട് ബിസി, ഞാകാൻ പോകാൻ ബിസിയോട് ബിസി, തിരക്കോട് തിരക്ക്, ഉറക്കല്ല, 2 ഫോണ്, 2ലും ബെല്ലടിക്ക, പെടാപ്പാടുപെടുക. സോ ഇങ്ങോട്ട് എന്താണ് ഇത്? ആർക്കാണ് ആസ്വദിക്കാണ്? ബാക്കിയുള്ളവർക്ക് തിരിഞ്ഞു നോക്കൂല. നിങ്ങളും ഞാനും മരിച്ചാൽ അനന്തര സ്വത്തിന്റെ 1ാമത്തെ ബാങ്കൊണ്ടിന്റെ കടം വീട്ടണം. നിങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹലിൽ ബാപ്പ മരിച്ചിട്ട് കടം വീട്ടി എത്ര മക്കളുണ്ടോ ചോദിച്ചോണ്ടി? ഉണ്ടാവില്ല. മൈക്കന്റെ മുന്നിൽ ഏറ്റെടുക്കണല്ല, വീട്ടിയ ബാപ്പാരെ പിന്നെ ആർക്കും വേണ്ടിട്ട് നമ്മൾ ജീവിക്കണത്. കുറച്ചൊക്കെ അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, അലൈക്കും അൻഫുസക്കും, അവനാനും വേണ്ടി കുറച്ചു കാലം ജീവിക്കണം. അവനാന്റെ സ്വർഗം വിട്ടിട്ട് ഒരു കളി ഉണ്ടാകരുത്, അവനാന്റെ നരകമോചനം വിട്ടിട്ട് ഒരു കളി ഉണ്ടാകരുത്. ആര് നിർബന്ധിച്ചാലും. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാർ സഹാബാക്കളെ മറമാടിയ ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ പോവും രാത്രി. ഇടക്കിടക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ അവനാന്റെ കൂട്ടുകാർ മറമാടപ്പെട്ട സ്ഥലത്തേക്ക് അദ്ദേഹം ഇങ്ങനെ പോകും. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, അറബി മനസ്സിലില്ലെങ്കിലും മലയാളം മനസ്സിലുണ്ടായാൽ മതി, ജീവിതം ഇതാണ് എന്ന് തിരിച്ചറിയാനാണ്. അദ്ദേഹം ഇങ്ങനെ ഖബർസ്ഥാനിൽ രാത്രി പോവും, ഒറ്റ കുറച്ചേരം ഇങ്ങനെ ഇരിക്കും, പഴയ കൂട്ടുകാരെങ്ങനെ ഓർക്കും. കാരണം അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധിക്കാറുണ്ടോ? അദ്ദേഹം ഒന്നാമത് ചോദിക്കാണ്, യാഹിലൽ ഖുബൂർ, ഖബറാളികളെ, കൂട്ടുകാരന്മാരെ, മാഹാലിക്കും, എന്താ നിങ്ങളെ അവസ്ഥ? കേൾക്കുന്ന എഴുതിയിട്ടല്ല, ആത്മഗതം നടത്തുമല്ലോ, ആത്മഗതം. എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ, ഇന്ന ബുയൂതക്കും ഖദ് സുകിനത്, എടാ ഇണ്ടാക്കിയ വീടുണ്ടല്ലോ, ആ വീട്ടിൽ അനന്തരാവകാശികൾ താമസം തുടങ്ങി കേട്ടോ. ആ വീട്ടിലെ ഗൾഫ് പോയിട്ട് 25 കൊല്ലം ഉണ്ടാക്കിയ വീട്, ദാമ്പത്യം മറന്നിട്ട് ഉണ്ടാക്കിയ വീട്, ഇന്റെ വീട് പറഞ്ഞ വീടുണ്ടല്ലോ, അന്റെ ഇനീശലോണ്ട് തന്നെ വീടിന് പേരിടണം എന്ന് വാശിടിച്ച വീടുണ്ടല്ലോ, റോട്ടിന്റെ വക്കത്ത് തന്നെ ആകണം, അതിന് പുതിയ വേണമെങ്കിൽ പാങ്ങ് നിർത്താനും കുഴപ്പമില്ല എന്ന് പറഞ്ഞ വീടുണ്ടല്ലോ. എടാ അന്റെ ബാക്കിയുള്ളവരൊക്കെ താമസം തുടങ്ങിയടാ, വീട് ബാക്കിയുള്ളവരുതായി ഒരു താമസം തുടങ്ങി. ജമാഅത്തിന് വരാൻ നേരമില്ലാതെ, പള്ളിക്ക് വരാൻ നേരമില്ലാതെ, ജുമാക്ക് വരാൻ നേരമില്ലാതെ, ക്ലാസ്സിന് വരാൻ നേരമില്ലാതെ, നീ അധ്വാനിച്ച് നട്ടപ്പാതിരക്ക് ടെൻഷൻ അടിച്ച് ഉണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, അത് നിന്റെ അനന്തരാവകാശികൾ ഓഹരി വെച്ചു. വീട് ഒരു ടീം കൊണ്ടുപോയി, സമ്പത്ത് അനന്തരാവകാശികളും കൊണ്ടുപോയി. നിങ്ങളുടെ ഭാര്യമാർ, തിരിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാർ, സഹോദരിമാർ ഇദ്ദാ കാലഘട്ടം കഴിഞ്ഞപ്പം അവർ മറ്റൊരു വിവാഹം കഴിച്ചു. ഭർത്താക്കന്മാർ ഏതാനും മാസങ്ങൾക്ക് ശേഷം അവരും പുതിയ വിവാഹം കഴിച്ചു. വീട് ബാക്കിയുള്ളവർ കൊണ്ടുപോയി, പൈസയും ബാക്കിയുള്ളവർ കൊണ്ടുപോയി, ഇണകളെയും ബാക്കിയുള്ളവർ കൊണ്ടുപോയി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു മനസ്സിൽ പറയാൻ, അവരോട് ഉറക്കെ പറയാൻ, കേൾക്കാൻ വേണ്ടിയല്ല, സ്വയം സമാധാനത്തിന്, ഹാദാ ഖബറു മാ ഇൻദനാ, എടാ ഇതാണ് ഇവിടുത്തെ വർത്താനം. എന്താണ് അവിടുത്തെ വർത്താനം? സോങ്ങളെ, ഇതേ ദുനിയാവിൽ സംഭവിക്കുള്ളൂ, ഇതിന്റെ അപ്പുറം ഒന്നും സംഭവിക്കൂല. ഞാനും നിങ്ങളും മരിച്ച ഈ നാട്ടിൽ ഇന്റെ ഭാര്യ വേറെ കെട്ടും, ഇന്റെ മക്കള് 4 മാസം കഴിഞ്ഞാൽ മറക്കും, ഇന്റെ പെരയിൽ അനന്തരാവകാശം താമസം തുടങ്ങും, ഇന്റെ പൈസ ബാക്കിയുള്ളവർ ഓരേക്കും. അവരൊക്കെ സുഖിക്കുമ്പോഴേ, അവർക്ക് വേണ്ടി വീടുണ്ടാക്കിയതിന്റെ പേരിൽ, അവർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കിയതിന്റെ പേരിൽ, അവരുടെ കല്യാണം നടത്താൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകാൻ വേണ്ടി ഞാനും നിങ്ങളും ഹറാമായ പൈസയും ദീനിന് വേണ്ടിയോ നിസ്കാരത്തിന് വേണ്ടിയോ ജമാഅത്തിന് വരാനോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനോ സമയമില്ലാതെ യന്ത്രത്തിൽ എണ്ണയിട്ട പോലെ ഓടുന്നെങ്കിൽ ഖബറിൽ കിടക്കണം നമ്മൾ എന്താ കൂട്ടരെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകുക? ഇത് നമ്മുടെ മനസ്സെന്ന് പോകരുത്, അവസാനം അല്ലാഹുവിന്റെ വാക്കെന്തറിയോ? വല്ലദീ നഫ്സീ ബിയദിഹി, ഇത് നമ്മളോടാണ്. മനസ്സാക്ഷിയുള്ളവരെ, ലൗ അദിന ലഹും ഫിൽ കലാം ലിഅഖ്ബറൂ, എനിക്കെങ്ങാനും അവരോട്
നേർക്ക് നേരെ സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, സ്വപ്നം പറയാൻ ആഗ്രഹം പറയാൻ കഴിയില്ലല്ലോ, കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, ഞാൻ അവരോട് പറയുമായിരുന്നു, അന്ന ഖൈറു സാദി അത്തഖ്വ, ലോകത്തെ ഏറ്റവും വലിയ വിഭവം തഖ്വയാണ്. തഖ്വയോടുകൂടി മരിച്ചവന് രണ്ട് ലോകത്തു സമാധാനമാണ്. റമളാനിന്റെ ചൈതന്യം തഖ്വയാണ്. ആ തഖ്വയിലാണ് നമ്മൾ ഉള്ളത്. ഇനി ഒരു തിരിച്ചുപോക്ക് പാടില്ല. ഇനി ഒരു തിരിച്ച ഹറാം ആർക്ക് വേണ്ടിയും, കൂട്ടുകാർക്ക് വേണ്ടി നരകത്തിലേക്ക് പോകരുത്, കുടുംബത്തിന് വേണ്ടി നരകത്തിലേക്ക് പോകരുത്, ആർക്ക് വേണ്ടിയും പോകരുത്. നമ്മൾ സ്വർഗത്തിന്റെ വക്കിലാണ് കൂട്ടരെ, റയ്യാൻ കവാടത്തിന്റെ വക്കിലാണ് കൂട്ടരെ, പടച്ചവന്റെ ഇസ്തിഗ്ഫാറിന്റെ വക്കിലാണ് കൂട്ടരെ, അള്ളാഹുവിനെ കാണാനുള്ള വക്കിലാണ് കൂട്ടരെ, നബിയെ കാണാനുള്ള വക്കിലാണ് കൂട്ടരെ, സിറാത്ത് പാലം മുറിച്ചു കടക്കാനുള്ള അറ്റത്താണ് കൂട്ടരെ, ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ അർഹതപ്പെട്ടവരായി നിൽക്കുകയാണ്. ഇനി തിരിച്ച് ശൈത്വാൻ വിളിക്കുന്നിടത്തേക്ക് പോകരുത്. ഇനി തിരിച്ച് ശൈത്വാൻ കൊണ്ടുപോകുന്ന ളലാലത്തിലേക്ക് പോകരുത്. അതിനു വേണ്ടിയുള്ള ഉറച്ച തീരുമാനം ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച, റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടെ നമ്മൾ തീരുമാനിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചെറിയ പെരുന്നാൾ ഇസ്ലാമിൽ പ്രാധാന്യവും പുണ്യവും ഒക്കെ എല്ലാവർക്കും അറിയാം. 7 മണിക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ച് പെരുന്നാൾ നിസ്കാരം. കൃത്യസമയത്ത് നമുക്ക് തുടങ്ങണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സാഹചര്യം അനുസരിച്ച്, പക്ഷേ 7 മണിക്ക് തന്നെ തുടങ്ങണം. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഞാൻ ഉമ്മമാരോടും വാപ്പാരോടും പറയുന്നത് 6:30 എന്ന് മനസ്സിൽ കരുതിയിട്ട് അധ്വാനിച്ച് വരിക. എങ്കിൽ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് സൊഫായി നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് ചെറിയ പെരുന്നാൾ സമയത്ത് തന്നെ ആരംഭിക്കാൻ സാധിക്കണം. വെയിൽ എത്തുന്നതിൻ്റെ മുന്നേ അവസാനിക്കണം ഇൻഷാ അല്ലാഹ്. ആ കാര്യം ശ്രദ്ധ ഉണ്ടാകുക. സഹോദരിമാർ വീട്ടിലെ പ്രയാസങ്ങളൊക്കെ അറിയാം, എന്നാലും പരമാവധി 7 മണിക്ക് തന്നെ അതിൻ്റെ മുന്നേ എത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുക. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഇനി ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. പെരുന്നാളിൻ്റെ സുന്നത്തുകൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് വർഷമായി കേൾക്കണം. എങ്കിലും ഇസ്ലാമിൻ്റെ ഒരു മര്യാദ നിലക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പുതുവസ്ത്രം ധരിക്കുമ്പോഴേ ബിസ്മി ചൊല്ലി പെരുന്നാളിൻ്റെ ഒരു സുന്നത്ത് എന്നുള്ള നീയത്തിൽ ധരിക്കാൻ കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോഴാണ് അതിന് പ്രത്യേകമായ പുണ്യം ഉണ്ടാകുക. നമ്മളന്ന് അത്ര ഉറപ്പായിട്ടും അടിക്കും. അത് പെരുന്നാളിൻ്റെ ഒരു സുന്നത്ത് എന്നുള്ള നീയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് അടിക്കുക. നമ്മൾ കുളിക്കുമ്പം പെരുന്നാളിൻ്റെ സുന്നത്ത് എന്നുള്ള നീയത്ത് തന്നെ കുളിക്കുക. മക്കളോട് വാപ്പാര് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെറിയ കുട്ടികളാണ്, മക്കളെ നമ്മളൊന്ന് കുളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, പെരുന്നാളിൻ്റെ സുന്നത്താണ്, അള്ളാഹ് കൂലി തരട്ടെ. ആ മക്കൾ അങ്ങനെ പരിശീലിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക്, ലഘു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് വരൽ സുന്നത്താണ്. വലിയ പെരുന്നാളിനാണ് ഈ ഭക്ഷണം കഴിക്കാതെ ഈദ്ഗാഹിലേക്ക് വരലാണ് സുന്നത്ത്. എല്ലാ തവണയും നമ്മൾ കേൾക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹുകളിലേക്ക് വരുന്നതും പോകുന്നതും 2 വഴികളിലായിരുന്നു. ഒരു ആശയമാണ് എന്ന് പറഞ്ഞാൽ 2 വഴികൾ തന്നെ റസൂലുള്ളാഹി സ്വീകരിച്ചു. എന്തിനാ 2 വഴി എന്ന് വെച്ചാൽ 2 ഭാഗത്തുമുള്ള എല്ലാവരെയും കാണാനും സലാം പറയാനും പരസ്പരം ആശീർവദിക്കാനും ഒക്കെയാണ്. നമ്മളും നമ്മുടെ പെരുന്നാൾ ദിവസം ബന്ധുമിത്രാദികളെ, കുടുംബക്കാരെ, പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാൻ, നമ്മളെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ, മരിച്ചുപോയ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ചങ്ങായിമാരുണ്ടാവും. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ എന്താണ് കടമ എന്ന് വെച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, അവരുടെ കൂട്ടുകാരെ ആദരിക്കണം എന്നാണ്. പെരുന്നാൾ അതൊക്കെ നമുക്ക് ആ ദിവസത്തിൽ കണ്ടെത്താൻ പറ്റുകയാണ്. നമ്മളെ വാപ്പാൻ്റെ ചങ്ങായിമാർ അവരൊക്കെ പ്രായമായിട്ടുണ്ടാവും. അവരൊന്നും പ്രത്യേകിച്ച് ആരും വാപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര ക്ലോസ് ആയിക്കോ, ഓരോ തമാശയൊക്കെ ഉണ്ടാവും. പിന്നീട് ചിലപ്പോൾ അത്ര ബന്ധം ഉണ്ടാവില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് പോകണം, പറ്റണ പോലെ പോകണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് സൗകര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറുതൊക്കെ, എത്ര പൈസ ഉണ്ടെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മളെ വക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം. അതൊക്കെയാണ് പെരുന്നാളിൻ്റെ വലിയ സന്തോഷം എന്ന് പറയുന്നത്. യുവാക്കളോട്, മക്കളെ, നമ്മൾ ഇതുവരെ പറഞ്ഞ ഖുത്ബയുടെ ആശയങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കലും ഒരു മിമ്പറുമെന്ന് പറയാൻ പറ്റുന്ന പരിമിതി എന്ന് പറയാണ്, പെരുന്നാൾ ദിവസമൊക്കെ ഏതെങ്കിലും തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ നിന്നൊക്കെ പടച്ചോ നമ്മളെ മരിപ്പിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അപമാനമുള്ള മരണയിക്കാരൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് ബോധ്യം ഉണ്ടാവും, എന്താണ് പറയണമെന്ന് ബോധ്യം ഉണ്ടാവും. എന്തിനാണ് മൗലവി അത് നോക്കണത്? മൗലവിമാരും ആണത് നോക്കണ്ടേ? അതുകൊണ്ടാണ്. മഹലിലാണല്ലോ പറയണത്,
ബാക്കിയുള്ളോടൊന്നല്ലല്ലോ. ഏതെങ്കിലും തോന്നിവാസികൾ നമ്മളെ കൊണ്ടുപോയി ഇട്ടാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒറ്റ ദിവസം കൊണ്ട് 30 ദിവസം നമ്മൾ ചെയ്ത മുഴുവൻ ഇബാദത്തും പടച്ചോനെ ഞങ്ങൾ വെറുതെ നാടകം കളിക്കുകയെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതിലൊന്നും നമ്മളെ മഹല്ലത്ത് നല്ലവരായ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും യുവാക്കളും ഒരിക്കലും ഉണ്ടാകരുത്. ഹറാമായൊരു സംഗതിക്കൊക്കെ നമ്മൾ പെരുന്നാളിന് പടച്ചോൻ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ദിവസം ഏറ്റവും ഹറാമായ കാര്യങ്ങളിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണം. പരമാവധി ഭക്തിയോടുകൂടി പെരുന്നാളിന് തക്ബീറുകൾ ചൊല്ലി ഏറ്റവും സന്തോഷത്തോടുകൂടി വരാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാൻ കൊണ്ട് സ്വർഗ്ഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകൾ നാഥ നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിന് ശേഷമുള്ള ജീവിതത്തിലും ഭക്തിയോടുകൂടി ജീവിക്കുവാനും പരലോകത്തിന് 1-ാം സ്ഥാനം നൽകി അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിൽ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കുകയും സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും നീ റമദാനിന്റെ പവിത്രത കൊണ്ട് പുറത്തു മാപ്പാക്കി തരികയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, നരകത്തിൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. നരകത്തിൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. നരകത്തിൽ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ നാഥ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ അംബിയാ മുർസലീങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, ഫലസ്തീനിലും ഗസയിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. സമാശ്വാസം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളുടെ മഹല്ലിനെ, ഞങ്ങളുടെ കുടുംബത്തെ നാഥ നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട നാടായി, നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട മഹല്ലായി, നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട കുടുംബമാക്കി നീ മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഹറാമിന്റെ വ്യത്യസ്തങ്ങളായ വഴികളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ അടർത്തി മാറ്റി നന്മയുടെ വഴിയിലേക്ക് ആക്കി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് കൺകുളിർമയാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, കേരളത്തിന്റെ പുറത്ത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ, പ്രവാസികൾ, വ്യത്യസ്ത നാട്ടിൽ അധ്വാനിക്കുന്ന ആളുകൾ നാഥ നീ അവർക്കെല്ലാം സമാധാനവും സമാശ്വാസവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ശുദ്ധ ഹൃദയമായി പരലോകത്തെത്തിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا آمين 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 برحمتك يا أرحم الراحمين.